KWA ഗ്രേഡ് 3 എക്സാം കഴിഞ്ഞു. ഇനി എന്ത് എന്ന ഡൗട്ടിലായിരിക്കും എല്ലാവരും ഉണ്ടായിരിക്കുക. നമുക്ക് പുതിയൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. കേരള വാട്ടർ അതോറിറ്റിയിലെ ഗ്രേഡ് 2 എന്ന് പറയുന്ന പോസ്റ്റ് ഓൾറെഡി നോട്ടിഫൈഡ് ആയി. നമുക്കിനി വേണ്ടത് കൃത്യമായിട്ടുള്ളൊരു പഠനം തന്നെയാണ്. നമുക്കറിയാം, റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഈ ഒരു എക്സാമിൻ്റെ ലിസ്റ്റിൽ നിന്ന് 500-ൽ പരം അഡ്വൈസുകളാണ് ഇതുവരെ പോയിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തൊരു എക്സാം നടത്തി പുതിയ ലിസ്റ്റ് വരുമ്പോൾ ഇതേപോലെ തന്നെ ഇതിൽ കൂടുതലായിട്ടുള്ള രീതിയിൽ തന്നെ ആയിരിക്കും അഡ്വൈസുകൾ പോകുന്നുണ്ടാവുക. ഓൾറെഡി നമുക്ക് അറിയുന്നതാണ്, പാരലായിട്ട് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എക്സാമുകൾ നടക്കുന്നുണ്ട്. അത് മെക്കാനിക്കൽ ആയിക്കോട്ടെ, സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്കാർക്കായിക്കോട്ടെ, അവിടെ എക്സാമുകളുടെ ഒരു ചാകര തന്നെയാണ് ഇനി വരാനിരിക്കുന്നത്. 2023 നടന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ നമ്മൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. അതേപോലെ തന്നെ അധികം എക്സാമുകളുമായിട്ട് 2026 കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ നമുക്കിനി എന്ത് ചെയ്യും, ഒരേ പാരലൽ ലിസ്റ്റുകൾ വരുന്നുണ്ടായിരിക്കും. അതിൽ തന്നെ ഒരേപോലെയുള്ള ആൾക്കാർ തന്നെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ സിവിലും മെക്കാനിക്കലും പഠിച്ച ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ കൃത്യമായിട്ടുള്ള പഠനം ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തോളാം. കേരള വാട്ടർ അതോറിറ്റിയിലെ ഗ്രേഡ് 2 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും. നമുക്കറിയാം, ഈ രീതിയിൽ കൃത്യമായി പഠിച്ചു പോകണമെങ്കിൽ മിക്സഡ് ആയിട്ടുള്ള സിലബസ് വരുമ്പോൾ മെക്കാനിക്കലും സിവിലും ഒരേപോലെ തന്നെ 2 ട്രേഡിലുള്ള ആൾക്കാരും പഠിക്കേണ്ടതായിട്ടുണ്ടായിരിക്കും. നമുക്ക് ഗ്രേഡ് 3 എക്സാമിൻ്റെ ഓൾറെഡി അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിരിക്കും. 38 മാർക്കിൻ്റെ കംപ്ലീറ്റ് മെക്കാനിക്കൽ ടോപ്പിക്കുകളും അതുപോലെ തന്നെ നമുക്ക് 38 മാർക്കിൻ്റെ സിവിൽ ടോപ്പിക്കുകളും ഉണ്ടായിരുന്നു. ബാക്കി വരുന്ന കോമൺ സബ്ജക്റ്റുകളൂടെ കൂടി ചേർന്നിട്ടാണ് ടോട്ടൽ നമുക്കവിടെ 100 മാർക്കിന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് ഗ്രേഡ് 3 എന്ന് പറയുമ്പോൾ വളരെ ഏറ്റവും ബേസിക് ലെവലുള്ള തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ മാത്രമായിരിക്കും നമുക്ക് എക്സാമിന് ചോദിക്കുന്നതായിരിക്കുക. ഗ്രേഡ് 2 ലെവലിലേക്ക് പോകുമ്പോൾ എക്സാമിൻ്റെ പാറ്റേണിൽ ചേഞ്ച് ഉണ്ടായിരിക്കും. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ, തിയറി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ, ഇൻ ഡെപ്തിൽ തിയറി നോളജ് ഉള്ള ആൾക്കാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ ഇനിയും വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ നന്നായി തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഗ്രേഡ് 2 എന്ന് പറയുന്ന എക്സാം നിങ്ങളിലേക്ക് എത്തും എന്നൊക്കെ ആ ഒരു രീതിയിൽ നന്നായി എഴുതാൻ പറ്റുമെന്നതിൽ ഒരു സംശയം വേണ്ട. അപ്പോൾ സൈലന്റ് ടെക്നിക്കലിൽ പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഗ്രേഡ് 2 എന്ന് പറയുന്ന ഈ പറയുന്ന പോസ്റ്റിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെ മെക്കാനിക്കൽ ടോപ്പിക്കുകൾ മാത്രം കവർ ചെയ്യുന്ന അടിപൊളി ആയിട്ടുള്ളൊരു ബാച്ച് ആയിരിക്കും ഇത് ഉണ്ടായിരിക്കുന്നതിൽ ഒരു സംശയവും വേണ്ട. ഓൾറെഡി നമ്മൾ ഗ്രേഡ് 3 എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എല്ലാവർക്കും നല്ല ഫലപ്രദമായി യൂസ് ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ വളരെയധികം സന്തോഷം തന്നെയാണ്. അപ്പോൾ ആ ഒരു വിജയം നമ്മൾ കൃത്യമായി ആഘോഷിക്കാൻ വേണ്ടി തന്നെയാണ് പുതിയൊരു ബാച്ചുമായി എത്തിയിട്ടുള്ളത്. നമുക്ക് ഈ പറഞ്ഞ ജനുവരി 10-നായിരിക്കും നമുക്ക് എന്തുണ്ടായിരിക്കുക, ഈ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഈ ബാച്ചിൽ എല്ലാ ബാച്ചിലുള്ളതുപോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സ് നമുക്ക് കൃത്യമായി ഉണ്ടായിരിക്കും, അതിലൊരു സംശയം വേണ്ട. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും ഇതിൽ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റിനെ പറ്റിയിട്ടായിരിക്കും. അപ്പോൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൽറ്റി എന്ന് പറയുന്നതിൽ ഒരു തർക്കവും നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല. കാരണം ഓൾറെഡി നമ്മൾ ഗ്രേഡ് 3 എക്സാമിന് വേണ്ടിയിട്ടുള്ള സിലബസും കാര്യങ്ങളൊക്കെ കൃത്യമായി നിങ്ങൾക്ക് എടുത്തു തന്നതാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നതിനെ കുറിച്ച് ആർക്കും ഒരു സംശയം ഉണ്ടായിരിക്കില്ല. ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടായിരിക്കുക. ഷാഹിദ് സാർ തന്നെ ആയിരിക്കും ഈ ഒരു ബാച്ച് ലീഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഷാഹിദ് സാറിന്റെ കൂടെ തന്നെ ഞാനും നിങ്ങൾക്ക് ഈ ക്ലാസ്സിന്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരാൻ, കൂടുതൽ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും, ഒരു സംശയം വേണ്ട. അപ്പോൾ എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി എന്നതിൽ ഒരു സംശയം ആർക്കും തന്നെ ഉണ്ടാകില്ല. അതേപോലെ ഇതിൽ വരുന്ന സിലബസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു പോയി. 100 മാർക്കിന്റെ ആ സിലബസിലേക്ക് വരുമ്പോൾ മെക്കാനിക്കലിനും അതുപോലെ സിവിലിനും ഒരേ അഡ്വാൻറ്റേജ് വരുന്ന രീതിയിൽ തന്നെ ഈക്വൽ ആയിട്ടുള്ള വെയിറ്റേജ് വരുന്ന എക്സാം ആണ് ലാസ്റ്റ് ഇയറിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ഗ്രേഡ് 3 എന്ന് പറയുന്ന എക്സാമിൽ നടന്നത് ആ സെയിം സിലബസ് തന്നെയായിരിക്കും ഇനിയും വരാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണുന്നത്. ആ സിലബസിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നാൽ പോലും നമുക്കറിയാം, അത് ബിഫോർ 3 മന്ത്സിന് മുന്നേ നമുക്ക് അറിയാൻ സാധിക്കും. ഒരു 90% ഒരു ചാൻസും ആ സിലബസ് ചേഞ്ച് ആകാൻ ഇല്ല എന്നുള്ള വസ്തുത നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം. അങ്ങനെയാണെങ്കിൽ നന്നായി തന്നെ പഠിച്ചു. പക്ഷേ അവിടെ ഒരു കാര്യം ഓർത്തു വെക്കേണ്ടത്, ഗ്രേഡ് 3 എക്സാം പോലെയല്ല ഗ്രേഡ് 2 എക്സാം ഉണ്ടായിരിക്കുക. ലെവൽ കുറച്ചും കൂടെ കൂടുതലായിരിക്കും. പഠിക്കേണ്ട കാര്യങ്ങൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതായിട്ടുണ്ടായിരിക്കും. അവിടെ കഴിഞ്ഞ തവണ നടന്ന എക്സാമിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവിടെ ഡ്രാഫ്റ്റ് ഓൺ മെക്കാനിക്കലാണ് നമുക്കിവിടെ എക്സാം എഴുതാനുണ്ടാകുന്ന ആൾക്കാർ എന്ന് പറയുന്നത്. നോക്കി അവിടെ ഈ പറഞ്ഞ പോലെ ഡിപ്ലോമയും ബിടെക് ഉള്ള സിവിലും മെക്കാനിക് കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ എഴുതാൻ പറ്റുന്ന എക്സാം തന്നെയാണ്. ITA ഡ്രാഫ്റ്റ് ഓൺ മെക്കാനിക്കലും ITA നോക്കിയ ഡ്രാഫ്റ്റ് 1 സിവിലുമാണ് അവിടെ ഒരു ക്വാളിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ കുറേ അധികം ക്വാളിഫിക്കേഷൻ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ബേസ് ചെയ്യുന്ന ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, അവിടെ നിമി ബേസ്ഡ് ആയിട്ടുള്ള ഡ്രാഫ്റ്റ് 1 സിവിലിന്റെ ടെക്സ്റ്റ് ബുക്കും നിമി ബേസ്ഡ് ആയിട്ടുള്ള ഡ്രാഫ്റ്റ് 1 മെക്കാനിക്കൽ ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. പക്ഷേ ലാസ്റ്റ് ഇയർ നടന്ന എക്സാമിൽ നമുക്കറിയാം, അവിടെ മെക്കാനിക്കൽ ടോപ്പിക്കിൽ വന്ന സമയത്ത് അത് കൃത്യമായി ഫിറ്ററിലെയും ഫിറ്ററുടെ ടെക്സ്റ്റ് ബുക്കിൽ അതുപോലെയുള്ള മെക്കാനിക്കൽ അലൈഡ് ആയിട്ടുള്ള ബ്രാഞ്ചുകളിലെ ക്വസ്റ്റ്യൻസുകൾ അവിടെ ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ഇൻ ഡെപ്തിലേക്ക് പഠിച്ചു പോകേണ്ടതായ ഒരു വസ്തുത ഉണ്ട്. എപ്പോഴും ഓർത്തിരിക്കുക, ഒരു മാർക്ക് എന്ന് പറയുന്നത് നമ്മളൊരു 100 റാങ്കിനെ ചേഞ്ച് ചെയ്യാൻ കഴിവുള്ള ആളാണെന്ന കാര്യം ഓർത്തിരിക്കുക. കട്ട് ഓഫ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ
പോലും നമുക്കവിടെ റാങ്കിൽ എത്തി പറ്റിയാൽ പോലും നമുക്കവിടെ ജോലി കിട്ടണമെന്നില്ല. നല്ല റാങ്കിലേക്ക് എത്തിയാൽ മാത്രമാണ് നമുക്ക് ജോലി എത്താൻ പറ്റുക. ആദ്യത്തെ 50 ഉറപ്പുവരുത്തുക എന്ന രീതി തന്നെയാണ് നമ്മളിവിടെ പഠിച്ചു പോകേണ്ടത്. എല്ലാവരും 1ാം റാങ്കിന് വേണ്ടി ലക്ഷ്യമാക്കി പഠിക്കാനായിട്ട് നോക്കുക. അപ്പോൾ 1ാം റാങ്ക് കിട്ടണമെങ്കിൽ ഓരോ മാർക്കും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു ചാൻസും എടുക്കാതെ നന്നായി തന്നെ നോക്കി എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് തന്നെ പഠനം നോക്കി മുന്നോട്ട് കൊണ്ടുപോകുക, ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് ചെയ്യാനുള്ളത്. ദെൻ നമ്മൾ ഈ ഒരു ബാച്ചിൽ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ ഓൾറെഡി നമുക്കറിയാം. യെസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദെൻ ഇവിടെ നിങ്ങൾക്ക് ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് നോക്കി ഉണ്ടായിരിക്കുക. അത് തന്നെ ഈ ലൈവ് ബാച്ചിന്റെ കൂടെ നിങ്ങൾ കഴിഞ്ഞ ലൈവ് ക്ലാസ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തുണ്ടാകും, ആ ബാച്ചിന്റെ ക്ലാസ് റെക്കോർഡറായിട്ട് നമ്മുടെ ആപ്പിൽ ലഭ്യമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നോക്കി പറഞ്ഞ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ സാധിക്കും, കൃത്യമായി ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നില്ല. നമുക്ക് ഒരുപാട് സമയം നമുക്ക് മുന്നോട്ട് ഒരു 6 മാസത്തിന് കൂടുതൽ സമയം നമുക്ക് മുന്നിലേക്കുണ്ട്. അപ്പോൾ ഈ 6 മാസത്തിലേക്ക് ഒരു 150+ അവേഴ്സ് ആയിരിക്കും ഈ ഒരു ബാച്ചിൽ മുഴുവനായിട്ട് ഉണ്ടായിരിക്കുക. അത്രയും അവേഴ്സ് നമ്മൾ കൃത്യമായി തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിപ്പിക്കാൻ പാകത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാകും, ഇത് നോക്കി കൃത്യമായി ഒരു ബാച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. ആ ഒരു ഓർഡർ തന്നെ ആയിരിക്കും ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ടാകുക. അതിലൊരു സംശയവും ഒരു തർക്കവും ആർക്കും വേണ്ട. നമുക്കറിയാം എപ്പോഴും ഒരു എക്സാം ആകുമ്പോൾ ഗ്രേഡ് 3 എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ കുറേ ആൾക്കാർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഇൻഡെപ്തിലുള്ള കാര്യങ്ങൾ അറിയാമെങ്കിൽ മാത്രമാണ് അവിടെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മൾ ഈ ബാച്ചിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടും. അതിലൊരു സംശയം വേണ്ട. ഡൗട്ടുകൾ വരുന്നുണ്ടെങ്കിൽ ഡൗട്ടുകൾ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസ് ആയ ഫാക്കൽറ്റി എല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ദെൻ അവിടെ നിങ്ങൾക്ക് തരുന്ന കൃത്യമായി തന്നെ എന്താകും, നമ്മുടെ ക്ലാസ്സിൽ കഴിയുമ്പോൾ ആ ക്ലാസ്സിന്റെ PDF കാര്യങ്ങളൊക്കെ എന്തുണ്ടാകും, ക്വസ്റ്റ്യൻസുകൾ വർക്കൗട്ട് ചെയ്യാൻ പാകത്തിലൊക്കെ നിങ്ങൾക്ക് എന്താകും, നിങ്ങൾക്ക് അവിടെ ലഭ്യമായി കിട്ടുന്നുണ്ടാകും. അതിലൊരു സംശയമില്ല. നമുക്ക് പ്രോപ്പറായി തന്നെ നമുക്ക് സമയം ഉള്ളതുകൊണ്ട് തന്നെ പ്രോപ്പർ റിവിഷൻ കൊടുക്കാൻ പാകത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, അവിടെ എക്സാമുകളും അതിന് റിവിഷനും എല്ലാം നിങ്ങൾക്ക് കൃത്യമായി ചെയ്തു തരും. അതിലൊരു സംശയവും ആർക്കും തന്നെ ഉണ്ടാകേണ്ട. എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി തയ്യാറെടുത്തോളാം. ദെൻ ഇത്രയും കാര്യങ്ങളൊക്കെ വരുന്ന ഈ ഒരു ബാച്ചിലേക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് നോക്കിയാൽ കൃത്യമായി ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഇതേപോലുള്ള ബാച്ചുകൾ നിങ്ങൾക്ക് കിട്ടില്ല എന്ന് തന്നെയാണ് സൈലന്റ് ടെക്നിക്കലിന്റെ ഏറ്റവും വലിയ നോക്കിയ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നോക്കാം, നമുക്ക് ഈ ഒരു ഫീസ് വരുന്നത് 1499 രൂപ മാത്രമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകൾ തന്ന് കുറേയധികം ടെസ്റ്റുകൾ തന്ന് നിങ്ങളെ കൃത്യമായി റിവൈസ് ചെയ്യിപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ബാച്ചിന് വരുന്ന ഫീസിന് നോക്കിയാൽ 1499 രൂപ മാത്രമാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായും എന്ത് ചെയ്യാം, ഈ കാണുന്ന നമ്പറിലേക്ക് അല്ലേ 9995 നോക്കിയാൽ 100 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ അവിടെ ഉറപ്പുവരുത്തുക. നോക്കി പഠനം നമുക്ക് തുടങ്ങുന്നുണ്ടായിരിക്കും ജൂൺ നോക്കി പറഞ്ഞ ജനുവരി 10th ആ ബാച്ച് തുടങ്ങുന്നുണ്ടായിരിക്കുക. അപ്പോൾ ആ ബാച്ച് തുടങ്ങുമ്പോൾ തന്നെ ആ തുടങ്ങുന്ന ദിവസം തൊട്ട് തന്നെ നിങ്ങൾ ലൈവായിട്ട് അതിൻ്റെ കൂടെ പഠിച്ചു കൊണ്ടുപോയിക്കോളുക. കൃത്യമായിട്ടുള്ള നോക്കി പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക്കായി പഠിച്ചു കഴിഞ്ഞാൽ സിവിൽ പഠിക്കുന്ന ആൾക്കാർക്ക് മെക്കാനിക്കൽ കൂടെ പഠിച്ചു കഴിഞ്ഞ് ഈ ബാച്ചിലേക്ക് നോക്കി ഈ പറയുന്ന നോക്കി ആ ഒരു ഗ്രേഡ് 2 എന്ന് പറയുന്ന ലക്ഷ്യം നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും. അതുപോലെ നമുക്ക് തിരിച്ചു ആലോചിച്ചാൽ മതി, മെക്കാനിക്കൽ പഠിക്കുന്ന ആൾക്കാർ നമുക്കറിയാം അവിടെ സിവിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ ഇതിലേക്ക് നന്നായി തന്നെ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഈ ഒരു നോക്കിയ ഒരു റാങ്കിലെത്തി നിങ്ങൾക്ക് ഈ ജോലി കിട്ടുന്നതിൽ ഒരു സംശയം വേണ്ട. നമുക്കറിയാം ഗ്രേഡ് 2 എക്സാം ആണ്. ഗ്രേഡ് 3നേക്കാളും ഗ്രേഡ് 3 എഴുതിയ ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകും. ഗ്രേഡ് 3ലേക്ക് ഏകദേശം നിങ്ങൾ ജോലി ഉറപ്പിച്ച ആൾക്കാരുണ്ടായെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നും കൂടെ ട്രൈ ചെയ്യുന്നു. സെയിം സിലബസിൽ അടുത്തൊരു എക്സാം വരുന്നു. അവിടെ വീണ്ടും നമുക്ക് നല്ല ഹയർ ആയിട്ടുള്ള സാലറി ഒക്കെ കിട്ടുന്നതിലേക്ക് കുറച്ചും കൂടെ ആ ഒരു സ്റ്റാറ്റസ് ഒക്കെ അല്ലെങ്കിൽ നമുക്കൊരു ഒരു വർക്കിംഗ് ആ ഒരു നേച്ചറൊക്കെ മാറുന്ന രീതിയിലേക്കുള്ള ഈ ഒരു ബാച്ച് നോക്കി ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തന്നെ പഠിച്ച് മുന്നേറാൻ പറ്റും. അപ്പോൾ എല്ലാവരും നോക്കി നമ്മളെ ബാച്ചിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക. അപ്പോൾ നോക്കി പറഞ്ഞ ജനുവരി 10 നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ക്ലാസ്സിലെ ആദ്യ ദിവസം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് പഠിച്ചു തുടങ്ങാം. എല്ലാവർക്കും ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്.